പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നലെ പുതിയ കുറച്ച് ചിത്രങ്ങൾ റിലീസായ ദിവസമായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ പോക്ക് നമ്മുടെ തുടരും സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ ഈ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് തുടരും ചിത്രം തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് തന്നെയാണ്. 12,600 ടിക്കറ്റാണ് ഈ മണിക്കൂറിലും തുടരും ചിത്രം വിറ്റ് പോകുന്നത്. കുറച്ച് ദിവസമായി. എന്നിട്ടും തുടരും എന്ന ചിത്രം മുൻപന്തിയിൽ നിന്ന് ഇന്ത്യയിലെ ബുക്ക് മൈ ഷോയിലെ കൂടെ വിറ്റ് പോകുന്ന ടിക്കറ്റിൻ്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. റെട്രോ എന്ന് പറയുന്ന സൂര്യയുടെ ചിത്രം, സൂര്യ വളരെ പ്രതീക്ഷയോട് കൊണ്ടുവന്ന ചിത്രം വളരെ നിരാശപ്പെടുത്തിയ പ്രകടനം ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ടിക്കറ്റിൻ്റെ ബുക്കിങ്ങിലും കാണുന്നുണ്ട്. 6,780 ടിക്കറ്റ് മാത്രമേ മണിക്കൂർ വിറ്റ് പോകുന്നുള്ളൂ. പിന്നെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കാം. പിന്നെ ട്രേഡ് 2 എന്ന് പറയുന്ന അജയ് ദേവ്ഗണിൻ്റെ ചിത്രം 11,600 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്നുണ്ട്. ഹിറ്റ് 3 എന്ന് പറയുന്ന ചിത്രം, അതും വലിയ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് സമ്മിശ്ര പ്രതികരണം തന്നെയാണ്. ആ ചിത്രവും നാനിയുടെ ചിത്രമാണ്. 12,320 ടിക്കറ്റുമായിട്ട് അതും ഉണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ശശികുമാർ നായകനായ ചിത്രം ഒരു ഫാമിലി ചിത്രം തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് ടിക്കറ്റിൻ്റെ എണ്ണത്തിൽ വൻ വർധനവ് നേടുന്നുണ്ട്. 3,220-250 ടിക്കറ്റ് ഈ മണിക്കൂർ വിറ്റ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കാണ്ട ഏറ്റവും വലിയ ഹൈപ്പിലൂടെ വന്ന സൂര്യയുടെ ചിത്രം 6,750 ടിക്കറ്റ് വിൽക്കുമ്പോൾ ഒരു ശശികുമാർ എന്ന് പറയുന്ന സാധാരണ ഒരു നായകൻ വന്ന ഒരു ഫാമിലി ചിത്രം 3,250 ടിക്കറ്റ് വിൽക്കുന്നുണ്ടെന്ന് പറയുമ്പം ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രമാണ് തമിഴിലെ ഹിറ്റിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നത്. നമ്മൾ ഇപ്പം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചിത്രം പടിപടിയായിട്ട് ഉയർച്ച തന്നെ കാണിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ചിത്രമായിട്ടാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ കണ്ടില്ല, കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ ഇടുന്നതാണ്. അപ്പം ഇപ്പോഴും നമ്മൾ നോക്കുന്ന ഇന്ത്യൻ സിനിമയിലെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം തന്നെയാണ്. 12,600 ടിക്കറ്റ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹിറ്റ് 3 12,320. സൂര്യയുടെ ചിത്രങ്ങളൊന്നും നമുക്ക് ചിത്രത്തിലെ കാണുന്നില്ല എന്നുള്ള അവസ്ഥ തന്നെയാണ്. അപ്പം കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തുടരും എന്ന ചിത്രം ഇന്ന് 50 കോടി കടന്നു. ഇന്ന് 6.5 കോടി റേഞ്ചിൽ തന്നെയാണ്. കാരണം 3,50 ലക്ഷം രൂപയോളം പ്രീ സെയിൽ ഇനത്തിൽ തന്നെ ഈ ചിത്രം നേടിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിലും ചിത്രം നേടിയത് 3,50 ലക്ഷമാണ്. അങ്ങനെ ഇന്നും 6.5 കോടി ഇനത്തിൽ തന്നെയാണ് ചിത്രത്തിന് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 53-54 കോടിയിലേക്ക് കേരളത്തിൽ ചിത്രം മാറും. വേലുവല്ലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 12 കോടി റേഞ്ചിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 10 കോടിക്ക് താഴെ ഈ ചിത്രം വന്നിട്ടേ ഇല്ല. ഒരു സമയത്ത് പോലും 10 കോടിക്ക് താഴെ ഈ ചിത്രം വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഇന്നൊരു 12 കോടിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏകദേശം 132 കോടിയിലേക്ക് ഈ ചിത്രം എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ ശനിയാഴ്ച ഞായറാഴ്ച കൊണ്ട് 150 കോടിക്ക് മുകളിലുള്ള എത്തുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അത് 200 കോടി കടക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പിച്ചു. അതുപോലെ കേരളത്തിൽ നിന്ന് ഇത് 50 കോടി കടക്കുമോ 100 കോടി കടക്കുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ പോക്കാണെങ്കിൽ, കാരണം 6 കോടി എന്ന ലെവലിൽ നിന്ന് താഴോട്ട് വന്നിട്ടേ ഇല്ല. അങ്ങനെയെങ്കിൽ ഈ വർക്കിംഗ് ഡേയിലും ഹോളിഡേയിലും എല്ലാം ഏകദേശം ഒരുപോലെ നിൽക്കുന്ന ചിത്രമായതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് 100 കോടി കടക്കുന്ന ഒരു ചിത്രമായി, കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടി കിടക്കുന്ന ചിത്രമായി ചരിത്ര വിജയമായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 200 കോടി കിടക്കുന്ന ഒരു ചിത്രവുമായിട്ട് തുടരും എന്ന ചിത്രം മാറും. അങ്ങനെ അടുപ്പിച്ച് 200 കോടി കിടക്കുന്ന 2 ചിത്രങ്ങളിലെ ഉടമയായി ലാലേട്ടൻ മാറുകയും ചെയ്തു. അത് മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമാണ്. ലാലേട്ടൻ ഇടുന്ന റെക്കോർഡുകളെല്ലാം ചരിത്രത്തിലാദ്യമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലാലേട്ടൻ ഇടുന്ന റെക്കോർഡുകൾ തകർക്കാൻ ലാലേട്ടൻ തന്നെ വീണ്ടും വരേണ്ടി വരും എന്നുള്ള അവസ്ഥ തന്നെയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. അപ്പോൾ ഇപ്പോഴത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് പുതിയ വീഡിയോയൊക്കെ ആയിട്ട് വീണ്ടും എത്താം. ഓക്കെ, ബൈ.